ബാക്ക് ടു മൈ GCC കപ്പിൾ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ട് ഒരു ചെറിയ രഹസ്യം പറയാൻ, ഒരു ബ്രേക്കിംഗ് ന്യൂസ്. എന്താണെന്നറിയത്തില്ലേ, നമ്മുടെ പരാതിക്കാരി പറഞ്ഞ നിവിൻ പോളി കേസ് വീണ്ടും പൊളിഞ്ഞു. അത് കാര്യം എന്താണെന്ന് വിശദീകരിച്ച് പറഞ്ഞാൽ, എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞായിരുന്നു ഇതൊരു ഫേക്ക് കേസാണ്. അവരാദ്യം പറഞ്ഞ നവംബർ എന്ന ഡേറ്റിൽ ഞാൻ അതിനുള്ള തെളിവ് ഞാൻ നിങ്ങൾക്ക് തന്നു. കണ്ടിന്യൂ. ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ അവർ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തേക്കുന്നതിനാൽ ഡിസംബറിലാണ് സംഭവം നടന്നേക്കുന്നത്. നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ. പരാതിക്കാരി പറഞ്ഞത് എന്താണ് എന്ന് കൂടി നമ്മൾ കേൾക്കണം. 14, 15, 16 തീയതികളിൽ ദുബായിൽ വെച്ചായിരുന്നു ഉപദ്രവിച്ചത് എന്നാണ് പരാതിക്കാരി ഇന്നലെ റിപ്പോർട്ടറിനോട് പറഞ്ഞത്. അതെ, ഡിസംബർ 17 ഞാൻ നാട്ടിലേക്ക് പോകുന്നു. അപ്പൊ ഈ സംഭവം നടക്കുന്നത് ഡിസംബർ ആദ്യത്തെ ആഴ്ചയാണോ അതോ ഡിസംബർ 17 ചേർന്ന ദിവസങ്ങളിലാണോ? ആ ഒരു 17 ചേർന്ന ദിവസങ്ങളിലാണ്. തീയതികൾ ഓർമ്മിക്കുന്നുണ്ടോ താങ്കൾ? 14, 15, 16 അങ്ങനെ ഉള്ള ആ ദിവസങ്ങൾ. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം കംപ്ലൈന്റ് കൊടുത്തപ്പോൾ ഡേറ്റ് കറക്റ്റ് എഴുതണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പാസ്പോർട്ട് എടുത്ത് നോക്കിയായിരുന്നു. അങ്ങനെയാണ് ഞാൻ വന്ന ഡേറ്റും അങ്ങനെ അതിന്റെ ലാസ്റ്റ് ദിവസങ്ങളിലാണ് ഈ ഫോം ഉണ്ടായത്. അതുകൊണ്ടാണ് ഈ 3 ദിവസം 14, 15, 16 അല്ലെങ്കിൽ 13, 14, 15 ഈ ദിവസങ്ങളിലാണ് താങ്കളുടെ ഫ്ളാറ്റിൽ ഈ നിവിൻ പോളി അടക്കമുള്ള സംഘം അതിക്രമിച്ച് കയറി പീഡിപ്പിച്ചത്. ഈ നിവിൻ പോളി 2 ദിവസവും താങ്കളുടെ ഫ്ളാറ്റിൽ തന്നെ ഉണ്ടായിരുന്നു? അതെ, ഉണ്ടായിരുന്നു. ഒരു വാർത്ത വരികയാണ്. നിങ്ങൾ കേട്ടായിരുന്നോ? അവർ റിപ്പോർട്ടർ ചാനലിൽ കൊടുത്തേക്കുന്ന ന്യൂസിൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഡിസംബർ 17 തീയതി അവർ തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നു. അതുപോലെ തന്നെ അതിന് തൊട്ട് മുമ്പത്തെ ദിവസങ്ങളായ 14, 15, 16 ഈ 3 ദിവസങ്ങളാണ് സംഭവം നടക്കുന്നതായിട്ട് അവർ പറയുന്നത്. അപ്പം നമ്മുടെ റിപ്പോർട്ടർ ചാനൽ അരുൺകുമാർ ചോദിക്കുന്നുണ്ട്, കറക്റ്റായിട്ട് ആ ദിവസങ്ങളിൽ നിവിൻ പോളി നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നോ അവിടെ തന്നെ? അപ്പോൾ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഉണ്ട് എന്നവർ കൃത്യമായിട്ട് ആ ബൈറ്റിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവർ പറയുന്നുണ്ട്, ഞാനൊരു മൊഴി കൊടുക്കാൻ നേരത്തെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പാസ്പോർട്ട് ചെക്ക് ചെയ്തപ്പോഴാണ് അവർ കൃത്യമായിട്ടുള്ള ഡേറ്റാണ് അവർ കൊടുത്തേക്കുന്നതെന്ന്. അല്ലയോ? അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും, പിന്നെ അതുകൂടാതെ തന്നെ അരുൺകുമാരോട് അവർ പറഞ്ഞേക്കുന്ന കേസുകൾ പലതും നമുക്ക് അവിശ്വസനീയമാണ്. എന്താണ്, അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് ക്യാമറ വെച്ചെന്നും അത് ആദ്യം അവർ പറഞ്ഞു ബാങ്കിൽ കൂടെ വന്ന് കയറി ചെയ്തതാണ്. പിന്നെ അവർ പറഞ്ഞു അവിടെ വെച്ച് ഇങ്ങനെ താക്കോൽ അവർക്ക് അറിയാൻ പറ്റി, അവരുടെ മറ്റേ വീട് ഫോൺ ഹാക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ താക്കോൽ എടുത്ത് വെച്ച് അകത്ത് കയറി, പിന്നെ അവരാരും അറിയാതെ തിരിച്ചെടുത്തുകൊണ്ട് പോയി. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഈ അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർക്ക് അവർ കൃത്യമായിട്ട് മനസ്സിലാവും ഇതെല്ലാം കള്ളത്തരമാണ്. കുമാർ നമ്മുടെ എല്ലാ കാര്യം കൃത്യമായിട്ട് ഒരു മൈൻഡ് പോലും ചേരാതെ, ഡോക്ടർ അരുൺകുമാർ നമുക്കറിയാലോ, അല്ലേ പുള്ളി തെറ്റാത്ത കാര്യങ്ങൾ ചേർക്കുന്ന ആളാണ്. ഇതിന് മുമ്പ് ഒരു ഇൻസിഡൻറ്റിലും പുള്ളിക്കാരി മറ്റൊരു സർട്ടിഫിക്കറ്റിൻ്റെ കേസിന് പൊളിച്ചടക്കി കൈ കൊടുത്ത ആളാണ്. അപ്പോൾ ആ ആളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പുള്ളി അപ്പോൾ കൃത്യമുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിച്ച് കൃത്യമായിട്ടുള്ള ഡേറ്റും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം അരുൺകുമാർ വീണ്ടും ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അവിടെ ദുബായിലായിരുന്നു, നിങ്ങൾ എന്തുകൊണ്ട് അവിടെ കേസ് കൊടുത്തില്ല? അതുപോലെ നിങ്ങൾ വർക്ക് ചെയ്തിരുന്ന അവിടെ എന്തോ കിഡ്സ് ഹോമിലും കണ്ടാണ് വർക്ക് ചെയ്തെന്ന് പറഞ്ഞത്, പിള്ളേരെ നോക്കുന്ന കാര്യങ്ങൾക്ക്. അപ്പോൾ അവിടെ എന്തുകൊണ്ട് നിങ്ങൾ ആ ഓണറിൻ്റെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ അവിടെ പറഞ്ഞില്ല? അതല്ലെങ്കിൽ നിങ്ങൾ ഹൗസ് ഓണറുടെ അടുത്ത് എന്തുകൊണ്ട് പറഞ്ഞില്ല? കാര്യം ഈ വീട്ടിലേക്ക് പരാതിക്കാരുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് മറ്റേ ശ്രേയ എന്ന് പറഞ്ഞ പെണ്ണിനെ കൊണ്ടുവന്നത് ഇവരാണ് എന്ന് അവർ പറയുന്നുണ്ട്. കാര്യം ഇവർ നമ്പർ കൊടുത്തിട്ടാണ് ഓണറിനെ വിളിച്ച് ഈ അപ്പാർട്ട്മെൻറ്റിലേക്ക് ശ്രേയ വന്ന് താമസിച്ചെന്നും ആ ശ്രേയയാണ് പിന്നെ മറ്റുള്ളവരെ കൊണ്ടുവന്നൊക്കെയാണ് പറയുന്നത്. അപ്പോഴും കൊണ്ടുവന്നെന്ന് പറയുമ്പോഴും ഇവർ അപ്പാർട്ട്മെൻറ്റിലെ ഓണറുമായിട്ട് സംസാരിച്ചിട്ടില്ല, ഓണറിനോട് പരാതി പറഞ്ഞിട്ടില്ല. കാര്യം എന്താണ്, എന്തുപോലെ ഞാൻ എൻ്റെ റൂമിൽ നിങ്ങളൊരാളെ കൊണ്ടുവന്ന് നിർത്തി, നിങ്ങൾ എന്നിട്ട് അവർ താണ്ട വേറെ മറ്റാണുങ്ങളെ കൊണ്ടുവരുന്നു, എന്നെ ഇങ്ങനെ ഒരു പരാതിയും ദുബായിൽ പറഞ്ഞാൽ, ദുബായിലെ കേസെന്നറിയാലോ, ഇങ്ങനെയുള്ള കേസിനൊക്കെ വളരെ സ്ട്രിക്റ്റായിട്ട് നല്ല ശിക്ഷ കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. അതും ഈ പറഞ്ഞ പെൺകുട്ടികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള രാജ്യമാണ് നമ്മുടെ ദുബായ് എന്ന് പറയുന്നത്. സോ അവിടെ എല്ലാം ഒരു സംഭവം നടക്കാതെ ഇത്രയും വർഷം കഴിഞ്ഞ്, അല്ലെങ്കിൽ ഇത്രയും നാളുകൾ കഴിഞ്ഞിട്ട് നാട്ടിൽ വന്ന് ഇങ്ങനെ ഒരു പരാതി ഇപ്പോൾ ഉന്നയിക്കണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഒരു വൻ മാഫിയ തന്നെയുണ്ട്. അത് സിനിമകളിൽ ഇപ്പോൾ റൂമർ നടക്കുന്നതിൽ മട്ടാഞ്ചേരി മാഫിയ, ആ മാഫിയ, ഈ മാഫിയ എന്നൊക്കെ പറയും. അതൊന്നും മുന്നേക്കുള്ള തെളിവുകൾ വന്നില്ല. പുതിയ തെളിവുകൾ വരുമ്പോൾ ഞാൻ എന്തായാലും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് നിവിൻ പോളിയുടെ കേസിൽ ബാക്കിയുള്ള, അതായത് നിവിൻ പോളി ഈ 14, 15, 16 എന്ന ഡേറ്റുകളിൽ എവിടെയായിരുന്നു, എന്തായിരുന്നു, എങ്ങനെയാണ് ചെയ്തതെന്ന് നിവിൻ പോളിയുടെ സുഹൃത്തായ വിനീത് ശ്രീനിവാസൻ തന്നെ പുറത്ത് പറഞ്ഞിട്ടുണ്ട്. വിനീത് ശ്രീനിവാസിൻ്റെ കൂടെ പാർവതി എന്ന് പറയുന്ന നമ്മളൊരു ആക്ട്രസും കൂടെ ആ സമയത്ത് നിവിൻ പോളിയുടെ കൂടെ ജോലി ചെയ്ത, അല്ലെങ്കിൽ ആ സമയത്ത് ഷൂട്ടിലുണ്ടായിരുന്ന ഒരു യുവതിയും കൂടെ നമുക്ക് ഇതിൻ്റെ കൺഫർമേഷൻ തന്നിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോയിലേക്ക് കൂടെ ഒന്ന് കടന്നിട്ട് വരാം. അതെ, ഡിസംബർ 14 രാവിലെ തൊട്ട് നിവിൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അതായത് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് തൃപ്പൂണിത്തുറ നമ്മുടെ ന്യൂക്ലിയസ് മോളില്ലേ, ന്യൂക്ലിയസ് മോളിലാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത്. ഒരു 8 മണി
ഞങ്ങളൊരു 7-7:15 ക്രൂ അസംബിൾ ചെയ്ത് 8 മണിയോട് കൂടിയിട്ട് നിവിൻ വന്ന് 8:30 ആയപ്പോഴേക്കും നമ്മൾ ഷൂട്ട് തുടങ്ങിയെന്നാണ് എൻ്റെ ഓർമ്മ. നമ്മൾ തിയേറ്ററിന്റെ അകത്തുള്ള പോർഷനാണ് ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷത്തില് ലാസ്റ്റ് നിവിൻ തിയേറ്ററിൽ വന്ന് സിനിമ കാണുന്ന ഒരു പോർഷൻ ഉണ്ട്. അപ്പൊ ആ പോർഷനാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യുന്നത്. അത് ഷൂട്ട് ചെയ്ത് നമുക്കപ്പോ ഈ ക്രൗഡും ഉണ്ടല്ലോ, ക്രൗഡായിട്ട് അഭിനയിക്കുന്ന ആളുകളും ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് പ്രൂവ് ചെയ്യാൻ വലിയ മെനക്കേടും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് തരാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മള് പുറത്ത് വന്നിട്ട് ന്യൂക്ലിയസ് മോളിന്റെ കോമ്പൗണ്ടിനകത്ത് തന്നെ ഒരു സ്റ്റേജ് ക്രിയേറ്റ് ചെയ്തിട്ട് നിവിൻ അങ്ങോട്ടേക്ക് വരുന്നതും നിവിൻ ആ മൈക്കിൽ സംസാരിക്കുന്ന പോർഷനൊക്കെ നമ്മൾ അവിടെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പോ അന്ന് ഉച്ച കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2:30-3 മണി വരെ നമ്മൾ അവിടെ ഷൂട്ട് ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ. ഉറപ്പായിട്ടും ആ ഒരു സമയമായിട്ടുണ്ട്, കാരണം ലഞ്ച് ടൈം ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്രൗൺ പ്ലാസയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ക്രൗൺ പ്ലാസയിലേക്ക് ഷിഫ്റ്റ് സെയിം ഡേ. കാരണം എനിക്ക് നിവിൻ ഈ ഫാർമ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ചെയ്യുന്നതിന്റെ ഇടയിൽ സ്ക്വീസ് ചെയ്തിട്ടാണ് നമുക്ക് ഡേറ്റ് തന്നത്. അപ്പൊ എനിക്ക് 4 ദിവസമേ നിവിന്റെ ഉണ്ടായിരുന്നുള്ളൂ. ആ 4 ദിവസം കൊണ്ട് കണ്ടതാണ്. അപ്പൊ നിവിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ സ്ട്രേറ്റ് കോർഡിനേറ്റ് ചെയ്തത് ഡിസംബർ. അപ്പൊ എനിക്ക് അതുകൊണ്ട് ഈ ഡേറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് ഓർമ്മയുള്ള, കാരണം നിവിന്റെ ഡേറ്റ്സ് മൊത്തം കൺട്രോളർ അല്ല സംസാരിച്ചത്, ഞാൻ തന്നെ സംസാരിച്ചത്. ഡിസംബർ 1, 2, 3 ഒക്കെ നിവിൻ മൂന്നാർ നമ്മുടെ കൂടെ ഷൂട്ടിനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 14 ജോയിൻ ചെയ്തത്. 14, 15, 16 ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. 14 തൊട്ട് 15 വെളുക്കുന്ന വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നു. 15 രാവിലെ എനിക്ക് 15 വെളുപ്പിന് സമയം ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് സമയം കിട്ടും. എൻ്റെ ഒരു ഓർമ്മ ഒരു 2:30 മണി 2:45 വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനും നിവിനും ഭഗത്തും ഞങ്ങൾ മലർവാടിയിലുള്ള പഴയ ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചിട്ട് ഒക്കെയാണ് പിരിഞ്ഞത്. അപ്പൊ നിവിൻ പോകുമ്പോ എന്തായാലും ഒരു 3-3:15 ആയിട്ടുണ്ടല്ലോ. അപ്പൊ എന്റെ അടുത്ത് അന്ന് പറഞ്ഞതായിട്ട് എന്റെ ഓർമ്മ ഫാർമ എന്ന് പറഞ്ഞ അവന്റെ ഒരു വെബ് സീരീസിന്റെ ഷൂട്ട് നടക്കുന്നുണ്ട്, അപ്പൊ അതിന് പോയി ജോയിൻ ചെയ്യാണെന്ന് പറഞ്ഞ പോലെ എനിക്കൊരു ഓർമ്മ. ശ്രീനിവാസൻ ഇപ്പൊ ഇവിടെ പറയുന്നത് കൃത്യമായിട്ട് വിനീത് ശ്രീനിവാസൻ പറയുന്നുണ്ട്. 14-15 ദിവസങ്ങളിൽ വിനീത് ശ്രീനിവാസന്റെ കൂടെ വർഷങ്ങൾക്ക് ശേഷം വന്ന സിനിമയുടെ ഷൂട്ടിംഗ് ആവശ്യമായിട്ട് നിവിൻ പോളി ഉണ്ടായിരുന്നു. അതുപോലെ ഡിസംബർ 1, 2, 3 ഇതുപോലെ വർഷങ്ങൾക്ക് ശേഷം ഷൂട്ടിങ്ങിന്റെ സെയിം തന്നെ ഷൂട്ടിങ്ങിന് ആവശ്യമായിട്ട് ഉണ്ടായിരുന്നു. ഇത് കൂടാതെ നിവിൻ പോളിയുടെ എല്ലാ കോൾ ഷീറ്റും ചാർട്ടിങ്ങും എല്ലാം നടത്തിയിരുന്നത് വിനീത് ശ്രീനിവാസൻ നേരിട്ടാണ് എന്നും പറയുന്നുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. സോ ഇതിന് ജെന്യുവിനിറ്റി നമുക്ക് 100% വിശ്വസിക്കാം. കാര്യം പുള്ളിക്കാരൻ ഇതിൻ്റെ എല്ലാ ഫോട്ടോസ്, അതിൻ്റെ ഇൻവോയ്സുകൾ, വൗച്ചറുകൾ എല്ലാം സബ്മിറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാം അതിനകത്ത് കാണിക്കുന്നുണ്ട്. സോ ഇതിൻ്റെ ജെന്യുവിനിറ്റിയിൽ ഒരു പ്രാവശ്യം നമുക്ക് സംശയിക്കേണ്ട കാര്യമില്ല. സോ 14-ാം തീയതി 15-ാം തീയതി നിവിൻ പോളി വിനീത് ശ്രീനിവാസൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ കാര്യം കൺഫേമാണ്. 15-ാം തീയതി രാവിലെ വെളുപ്പിന് 3:30 എന്തോ ആണ് നിവിൻ പോളി അവിടെ നിന്ന് വേറെ വെബ് സീരീസിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനായിട്ട് പോയതെന്ന് വിനീത് ശ്രീനിവാസൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ വെബ് സീരീസിൻ്റെ ആളും കൃത്യമായിട്ട് പറയുന്നുണ്ട് അവിടെ വെബ് സീരീസിൻ്റെ അവിടെ 15-ാം തീയതി ഉച്ച കഴിഞ്ഞ് നിവിൻ പോളി ജോയിൻ ചെയ്തതായിരിക്കും. സോ ഈ കാര്യങ്ങളെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, നിവിൻ പോളി കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. സോ ഈ പരാതിക്കാരി പറഞ്ഞ ഡേറ്റുകളിൽ 2 നിവിൻ പോളി കാണണമെങ്കിൽ നിവിൻ പോളി വല്ല കുമ്പിടിയായിരിക്കണം, ഒരു അപ്രദേശമായിട്ട് സ്പ്ലിറ്റ് സെക്കൻഡ് അവിടെയും അവിടെ ഇങ്ങോട്ട് വന്നിട്ടുള്ള കളി കാണിക്കണം. പക്ഷേ എന്തായാലും നിവിൻ പോളിക്ക് അതിനുള്ള കഴിവൊന്നും ഇല്ലാന്നുള്ളതുകൊണ്ട് അതെന്തായാലും അല്ല എന്നുള്ളൊരു കുഴപ്പം. സോ അവിടെ നമ്മുടെ പരാതിക്കാരിയുടെ ജെന്യുവിനിറ്റി പൊളിഞ്ഞിരിക്കുകയാണ്. പാർവതി എന്ന് പറയുന്ന ഒരു നടി ഉണ്ടായിരുന്നു അവിടെ. ആ പാർവതി നടിയും ഇതുപോലെ ഇപ്പോൾ ഒഫീഷ്യലി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. മനഃപൂർവ്വം ഇതിലേക്ക് വലിച്ചിഴക്കുകയായിരുന്നു എന്ന് പൂർണ്ണമായിട്ടുള്ള ബോധ്യം ഉണ്ടല്ലേ? ഉറപ്പായിട്ടും. ഈ പറയുന്ന ഡിസംബർ 14 എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് ശേഷത്തിൽ ഞാൻ അഭിനയിച്ച ഒരു ദിവസമാണ്. കാരണം ഞാൻ ഒറ്റ ദിവസം ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അപ്പം രാവിലെ മുതൽ ഏകദേശം ഒരു ഉച്ച വരെയും ഒരു നിയർലി ഒരു 3 മണി വരെയും ഞങ്ങൾക്ക് അവിടെ ഷൂട്ട് ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം അത് കഴിഞ്ഞിട്ടാണ് അവരടുത്തൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തതൊക്കെ. അപ്പം ഈ ഒരു ടൈമിലെല്ലാം നിവിൻ ചേട്ടൻ എൻ്റെ കൂടെ ഉണ്ട്. കാരണം ഞങ്ങളുടെ ഒരു കോമ്പിനേഷൻ സീനാണ്. ഇപ്പം ആരോപിക്കപ്പെട്ട പെൺകുട്ടി ഇങ്ങനെ പറയുന്നുണ്ട് 14 എന്നുള്ള ഒരു ഡേറ്റ് മെൻഷൻ ചെയ്തുകൊണ്ടാണ് ഞാനിപ്പം ഈ ഒരു കാര്യം ഇങ്ങനെ എടുത്തിട്ട്. പാർവതി കൃത്യമായിട്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് എന്താണ് 15-ാം തീയതി നിവിൻ പോളി പാർവതിയുടെ ആ ഒരു ഷൂട്ടിങ്ങിനുണ്ടായിരുന്നു അല്ലേ? 3:30. അതിനകത്ത് ടൈം ശ്രദ്ധിച്ചു നോക്കണം. ഇതിനകത്തെല്ലാം കൃത്യമായിട്ട് വിനീത് ശ്രീനിവാസൻ പറയുന്ന ടൈമും പാർവതി പറയുന്ന ടൈമും കൃത്യമാണ്. ആ ഏകദേശ സമയം പറയുന്ന ഒന്ന് തന്നെയാണ്. സോ അവർ പറയുന്നതിൽ കള്ളത്തരമില്ല, മനസ്സിലായില്ലേ? സോ ഇതിൽ 100% നമുക്ക് ഉറപ്പിക്കാം. ഇത് ഈ ന്യൂസുകളെല്ലാം കാണുമ്പോൾ ഈ തെളിവുകളെല്ലാം വരുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം. ഒന്നുകിൽ ഈ പരാതിക്കാരുടെ മുമ്പിൽ വേറെ ആരെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ
പരാതിക്കാരിക്ക് തെറ്റ് പറ്റിയതാണ്, വേറെ ആരെങ്കിലും ആയിരിക്കും ഇവർ ഉദ്ദേശിച്ചത്, നിവിൻ പോളി ആയിരിക്കില്ല. പക്ഷേ അങ്ങനെ പറയാൻ നമുക്ക് പറ്റില്ല. കാര്യം നിവിൻ പോളി ഈ സമൂഹത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആളാണ്. ഒരാളല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ചിന്തിക്കാമായിരുന്നു. പക്ഷേ അതിവിടെ നടക്കില്ല. സോ ഇനി കേസ് നടക്കട്ടെ, കേസ് മുന്നോട്ട് പോട്ടെ. എന്ത് വന്നാലും നമ്മൾ സത്യത്തിൻ്റെ ന്യായത്തിൻ്റെ ഭാഗത്ത് മാത്രം നിൽക്കുക. ഫേക്ക് ന്യൂസുകൾ, ഈ TRP റേറ്റിങ്ങിന് വേണ്ടിയിട്ട് നടക്കുന്ന ന്യൂസ് ചാനലുകൾ തമ്മിലുള്ള കടിപിടികൾ, ഇതിലൊന്നും വീണ് പോകാതിരിക്കുക. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നതിന് വരെ ബൈ ബൈ.